അപ്പൊ കഴിച്ച് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കുശാനയിലാണ്. ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ അത് കാണാൻ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മൈസൂർ ഒന്നും ഓടിയെത്താൻ പറ്റിയില്ല, കാരണം കുറെ ദൂരമുണ്ട്. ഇവിടെ നല്ല 100 കിലോമീറ്റർ ഉണ്ട്, നമ്മൾ എന്തായാലും എത്തത്തില്ല. നമ്മളിവിടെ സ്റ്റേ എടുത്തു. അപ്പൊ ഇനി ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിളിലൂടെ കയറി നമ്മൾ മൈസൂരിലേക്ക് യാത്ര ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, മസ്റ്റായിട്ട് കാണുക. നമ്മൾ വണ്ടിയുടെ ഡോറൊക്കെ അടച്ചിറങ്ങി. ഇതായിരുന്നു നമ്മൾ താമസിച്ച ലോഡ്ജ്. ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ കയറണം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കടയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഗോൾഡൻ ടെമ്പിൾ ഇന്നലെ രാത്രി കാണിച്ചത്. അപ്പം നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്തുള്ള വിശേഷങ്ങളെല്ലാം കാണുക. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളൊരു കടയിൽ കയറി. ഗൈസ്, എന്തോ സാധനങ്ങളാണെന്ന് പറയാം, എല്ലാം ഒറിജിനലാണ്. കണ്ടാൽ കൊതിയാവും മേടിക്കാൻ. കാരണം ഞാനൊരു അവരുടെ ഫ്ലാഗ് മേടിച്ചു, ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു. കൊള്ളാവോ? അത് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞൊരു പശുവിൻ്റെ കണ്ടോ അഹങ്കാരം, ചൊറിയുവാന്നോ എന്തോ അറിയത്തില്ല. എന്നിട്ട് നമ്മളവിടെ നിന്ന് യാത്ര കഴിച്ച് അമ്മമ്മയൊക്കെ ഉണ്ടോ ഭയങ്കര ഉറക്കം. മൈസൂരിലേക്ക് ഇപ്പോൾ 2-3 മണിക്കൂറില്ല, അതുകൊണ്ട് ഭയങ്കര ഉറക്കം. നമ്മൾ ടിപ്പുവിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി. പേരെടുത്തിട്ട് ദേവീക്ഷേത്രമാ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ടിപ്പു ആൾക്കാരെ കൊണ്ടുവന്ന് കൊന്ന സ്ഥലത്തൊക്കെ പോയി. ആൾക്കാരെ കണ്ട്, ഈ സ്ഥലമാണ്, ഇവിടെ ഫുള്ള് വെള്ളം നിറച്ച് മുക്കി കൊല്ലും. ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു ഗുഹയിലോട്ട് കയറുന്ന ഫീലൊക്കെയാണ്. ഇവിടെ എല്ലാം ബ്രിട്ടീഷുകാർ ബോംബൊക്കെ ഇട്ടതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അവിടെ വന്നപ്പോൾ വലിയ ആളൊന്നുമില്ല. എന്നാൽ ബോംബിട്ട സാധനങ്ങളൊക്കെയാണ് അവിടെ. ഉണ്ടോ, അവിടെ അത്രയും ഭാഗം പൊളിഞ്ഞു വീണതൊക്കെയാണ്. കണ്ടോ, ഇവിടെയാണ് ടിപ്പ് കൊണ്ടും മുക്കിയതും കാര്യങ്ങളും മുക്കി കൊന്നേക്കെ. ഇത് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ വധിച്ച സ്ഥലമാണ്. അതായത് നമ്മൾ വണ്ടി എടുത്ത് നേരെ സമ്മർ പാലസിലേക്ക് പോയി. അവിടെയും ഭയങ്കര ഇത് റഷായിരുന്നു. പിന്നെ അവിടെ ക്യാഷ് കൊടുക്കാൻ പറ്റത്തില്ല, ഫുള്ള് ഇത് ഗൂഗിൾ പേയും ഫോൺ പേയ്ക്കേ ഉള്ളൂ. പിന്നെ അകത്തോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പിന്നെ ചെറുതായിട്ട് എടുത്തു. പിന്നെ നമ്മൾ കഴിക്കാൻ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച, തൊട്ടപ്പുറത്ത് സിനിമ തിയേറ്ററാണ് ഹോട്ടലിൻ്റെ. അവിടുത്തെ സിനിമ നടക്കുക, നമുക്കെല്ലാം കേൾക്കാം. ഇതൊക്കെ വെച്ച് നോക്കിയാൽ കേരളം തന്നെ നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ ടിപ്പു സുൽത്താനെയും അച്ഛനെയും അവരുടെ അമ്മയെല്ലാം അടക്കിയ സ്ഥലത്തേക്ക് നമ്മൾ പോയി. ഇടതുവശത്ത് ആദ്യം കാണുന്ന ടിപ്പു, നടുക്കച്ഛൻ, വലതുവശത്ത് അമ്മ, അങ്ങനെയാണ് അവർ പറഞ്ഞത്.